കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്നു. യോഗം തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സാധിക്കുമെന്ന പ്രതീക്ഷയുടെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി ഒറ്റയടിക്ക് ഒരു സ്വിച്ച് ഇട്ട് ബൾബ് കത്തിക്കുന്ന പോലെയോ ആ സ്വിച്ച് തിരിച്ച് അത് ലൈറ്റ് അടക്കുന്ന പോലെയോ ഒരു പെട്ടെന്ന് ചെയ്ത് പൂർത്തീകരിക്കാവുന്ന ഒരു പ്രവണത എല്ലാ വിഷയമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. വികസനം എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യം ഉണ്ടാകും. വികസനം എന്നുള്ളത് സർവതോന്മുഖമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അതിന് ഏറ്റവും രത്നചുരുക്കം പറഞ്ഞാൽ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ദാരിദ്ര്യ ലഘൂകരണം ഇതുകൊണ്ട് സാധിക്കും. അല്ലാതെ പണമുള്ള ആളുകൾ കുറേ കൂടി പണം ഉണ്ടാക്കുക, സൗകര്യമുള്ള ആളുകൾക്ക് ഒന്നുകൂടി സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളതല്ല വികസനത്തിന്റെ താല്പര്യം. ഇന്ന് അങ്ങനെയായി ചുരുങ്ങിയിട്ടുണ്ട്. ഭരണകൂടങ്ങൾ പോലും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ധനാഢ്യന്മാരുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള പൗരപ്രമുഖന്മാരായ ആളുകൾക്ക് അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്താ മാർഗം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്നു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അബ്ദുൽ നൂർ സ്വാഗതം പറഞ്ഞു. തിരൂർ നിയോജക മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേലേരി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിഷ ചിറ്റകത്ത് കരട് പദ്ധതികൾ വിശദീകരിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മൊയ്തീൻ കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ എടത്തലത്തിൽ, OK സുബൈർ എന്നിവരും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാസ്റ്റർ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത, എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം, ആദവനാട് വൈസ് പ്രസിഡന്റ് ഹാരിസ്, തൽപ്പകഞ്ചേരി പ്രസിഡന്റ് KP വഹീദ എന്നിവരും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആലിയാമുവും പരിപാടിക്ക് ആശംസ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.